നാദാപുരം തുണേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. 1 മുതൽ 6 വരെയുള്ള പ്രതികളും 15, 16 പ്രതികളുമാണ് കുറ്റക്കാരെന്ന് ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. പ്രതികളെ വെറുതെ വിട്ട എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതി വിധി ചോദ്യം ചെയ്തുള്ള സർക്കാർ അപ്പീലിലാണ് നടപടി. മുസ്ലിം ലീഗ് പ്രവർത്തകർ കൂടിയായ പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 15-ന് പ്രഖ്യാപിക്കും. നാദാപുരം തൂണേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായ 17 പേരിൽ 8 പേർ കുറ്റക്കാരെന്നാണ് ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. 1 മുതൽ 6 വരെ പ്രതികളായ ഇസ്മയിൽ, മുനീർ, സിദ്ദിഖ്, മുഹമ്മദ് അനീസ്, ഷുഹൈബ്, 15-ാം പ്രതി ജാസിം, 16-ാം പ്രതി സമദ് എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത്. ഈ മാസം 15-ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇവർക്കുള്ള ശിക്ഷ അന്ന് പ്രഖ്യാപിക്കും. അനുകൂല വിധിയുണ്ടായതിൽ സന്തോഷമുണ്ടെന്നും പ്രതികൾ അർഹിക്കുന്ന ശിക്ഷ കോടതി വിധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ എസ്.എൻ. നാസറും ഷിബിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ. വിഷ്ണുവും പറഞ്ഞു. ജില്ലാ ജഡ്ജി ആ തെളിവുകൾ വിശകലനം ചെയ്യുന്നതിൽ പാളിച്ച പറ്റി എന്ന് ഇപ്പോൾ ഹൈക്കോടതിയും കണ്ടെത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അംഗീകരിക്കേണ്ട എടുക്കേണ്ട തെളിവുകൾ എടുക്കാതെ മറ്റ് രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് കോടതി കണ്ടെത്തി. കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി ഇതിനോടൊപ്പം നിന്ന എല്ലാവർക്കും വലിയ ആശ്വാസകരമാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, മാതൃകാപരമായ ശിക്ഷ കുറ്റവാളികൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. 2015 ജനുവരി 22-നായിരുന്നു സംഘം ചേർന്നെത്തിയ പ്രതികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. 17 പേരെ പ്രതി ചേർത്ത് സമർപ്പിച്ച കുറ്റപത്രത്തിന്മേൽ വിചാരണ പൂർത്തിയാക്കി 2016 ജൂണിൽ എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുകയും ചെയ്തു. മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയുള്ള സെഷൻസ് കോടതി വിധി റദ്ദാക്കണമെന്നും പ്രതികളെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരും ഷിബിന്റെ പിതാവും ഷിബിനൊപ്പം പരിക്കേറ്റവരും ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.